വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് രാവിലെ തന്നെ നമ്മൾ ഒരു സ്കൂളിലേക്കുള്ളൊരു മീറ്റിങ്ങിന് പോവുകയാണ്. അതായത് ആലുവിൻ്റെ ഫസ്റ്റത്തെ സ്കൂൾ തുറന്നിട്ടുള്ള ഫസ്റ്റത്തെ ഓപ്പൺ ഹൗസ് മീറ്റിംഗ് ആണ്. അതായത് നമ്മുടെ പാരൻസ് മീറ്റിംഗ്. നമ്മുടെ കാലത്ത് പാരൻസ് മീറ്റിംഗ് എന്ന് പറയും. അവരിപ്പോൾ കുറച്ച് മോഡിഫൈ ചെയ്തിട്ട് ഓപ്പൺ ഹൗസ് മീറ്റിംഗ് എന്ന് പറയും. നമ്മൾ പോകുന്ന സമയത്ത് ഇവിടെ റോഡ് പണി ആയതുകൊണ്ട് തന്നെ കുറച്ച് ഡിലേ ആയി. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഇന്ന് മീറ്റിങ്ങിന് ഞങ്ങൾ 4 പേരും കൂടിയാണ് പോകുന്നത്. ആലും, മഞ്ഞും, പാപ്പയും ഞാനും 4 പേരും ഉണ്ടായിരുന്നു. അവർ സ്കൂളിലേക്ക് പോകുന്ന വഴി അറിയുന്ന നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. കുറേ കാടും മലയും കുന്നെല്ലാം ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണ്. അങ്ങനെ സ്കൂളിലെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞു. അടിപൊളിയായിരുന്നു. കഴിഞ്ഞ വർഷം എല്ലാ ടേമിലും ഫുൾ മാർക്കായിരുന്നു. ഈ പ്രാവശ്യം കുറച്ചും കൂടി ടഫായതുകൊണ്ട് 2 വിഷയത്തിനേ ഫുൾ മാർക്കുള്ളൂ. പിന്നെ 1/2 മാർക്കും 1 മാർക്കൊക്കെ പോയിട്ടുണ്ട്. ആ 1 മാർക്ക് എവിടെ പോയി എന്ന് ചോദിക്കാൻ മാത്രം അധികാരം നമുക്കില്ലല്ലോ. നമ്മളെങ്ങനെ പഠിച്ചതെന്ന് നമുക്കെല്ലാം അറിയുള്ളൂ. അതിനുശേഷം ആ സന്തോഷത്തിന് ആലുവിന് കുറച്ച് ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്തു. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ കൽപ്പറ്റയിലേക്ക് വരുമ്പോൾ അധികം നമ്മൾ ഇങ്ങോട്ട് വരും കേട്ടോ. എന്നിട്ട് ഇഷ്ടപ്പെട്ട ഒരുപാട് ഫ്ലേവർ വാങ്ങിയിട്ട് ഒരുമിച്ച് കഴിക്കും. അതായിരുന്നു പതിവ്. എനിക്ക് ഈ മിൽക്കിൻ്റെ ടേസ്റ്റ് ഉള്ളതിനെക്കാട്ടും കുറേ കൂടി ക്യാൻഡീസാണ് ഇഷ്ടം. പക്ഷേ ഇപ്പോൾ അധികം ഐസ്ക്രീമൊന്നും കഴിക്കാറില്ല. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കോട്ടൺ ക്യാൻഡിയാണ്. ഇത് ഞാൻ 2 എണ്ണം വാങ്ങി. നമ്മൾ എന്ത് കഴിക്കുകയാണെങ്കിലും ഇപ്പോൾ അന്നുവിന് വേണം. അവൾ നോക്കിക്കൊണ്ടിരിക്കും. ആദ്യം അവൾക്ക് കൊടുത്താലേ അവൾക്ക് സമാധാനമാവുള്ളൂ. ആലു വാങ്ങിയത് ഒരു ബ്ലൂബെറിയും അതുപോലെ തന്നെ സ്ട്രോബെറിയും 2 ഫ്ലേവറും കൂടി ചേർന്നാണ്. അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറ് പിങ്കും പർപ്പിളും. അത് തന്നെ രണ്ടും ഒരുമിച്ച് വന്നു. ഇവൾ എന്ത് കഴിക്കുകയാണെങ്കിലും വാങ്ങുവാണെങ്കിലും ഒക്കെ ഈ കളറ് നോക്കിയിട്ടേ വാങ്ങാറുള്ളൂ, കഴിക്കാറുള്ളൂ. അതുപോലെ അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്ലേവർ അറിയുന്ന ബ്ലൂബെറിൻ്റെയും സ്ട്രോബെറിൻ്റെയാണ്. അതുപോലെ ഫേവറേറ്റ് ആയിട്ടുള്ള കളറ് പർപ്പിളും പിങ്കുമാണ്. ഓളെ കയ്യിലുള്ള ഒട്ടുമിക്ക സാധനങ്ങളും ഈ കളറിലുള്ള തന്നെയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ സാൻഡ്വിച്ച് കഴിച്ചു നോക്കുന്നത്. ഇത് കഴിച്ചു നോക്കാൻ വേണ്ടി ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം എനിക്ക് ബിസ്ക്കറ്റ് വലിയ ഇഷ്ടമല്ല. പക്ഷേ ഇതിൻ്റെ ഫ്ലേവർ എങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ തിന്ന് നോക്കിയപ്പോൾ ഭയങ്കര അടിപൊളി പറഞ്ഞാൽ ഭയങ്കര സൂപ്പറായിരുന്നു. എനിക്ക് വാങ്ങിയതിൽ വെച്ചിട്ട് കഴിച്ചതിൽ വെച്ചിട്ടും ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു ഫ്ലേവറാണ്. അരുണ ഐസ്ക്രീമിൻ്റെ ഒട്ടുമിക്ക ഫ്ലേവറും ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതെല്ലാം വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇപ്പോൾ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഇതാണ്. അതുപോലെ തന്നെ അവരെ ഡ്രിങ്ക്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ആ യോഗട്ട് ഷേക്കാണ്. ഇതും കൂടിയും കഴിച്ചപ്പോഴത്തേന് വയറ് ഫുള്ളായി. എന്തൊക്കെയോ അവിടുന്ന് ഇവിടുന്നൊക്കെ ഇങ്ങനെ എടുത്ത് നിന്നിരുന്നു. പിന്നെ നമ്മളിതാ ഈ ഒരു ചോക്ലേറ്റ് ഷേക്ക് വാങ്ങിയിട്ടുണ്ട്. ഈ ഒരു സാധനം ആലു എപ്പോഴും വാങ്ങും. ഇതും ഇതിൻ്റെ ബ്ലൂ കളറിലുള്ള കോട്ടൺ ക്യാൻഡി ഫ്ലേവറും. അതുപോലെ റാഫി വാങ്ങിയതാണ് ഈ ഒരു ക്യാൻഡി റാസ്ബെറീൻ്റെ. ഇത് കുറച്ചൊരു ഫ്ലോപ്പായിരുന്നു. എന്നാലും ആ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടും. പിന്നെ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള യോഗട്ട് ഷേക്ക്. ഇതെല്ലാം കൂടി കഴിച്ചിട്ട് നമ്മൾ പിന്നെ മന്തി കഴിക്കാനാണ് പോയത്. ഈ അൽറീം വരുന്നിരിക്കുന്നത് ആലുവിൻ്റെ സ്കൂളിൻ്റെ അടുത്താണ്. അതുകൊണ്ട് തന്നെ സ്കൂളിലേക്ക് എന്തെങ്കിലും ആവശ്യത്തിന് പോകുമ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കുക. ഇവിടുത്തെ മന്തി ഒരു രക്ഷയില്ല, ഭയങ്കര ടേസ്റ്റ്. അതിൻ്റെ റൈസും ടേസ്റ്റാണ്. അതുപോലെ തന്നെ ചിക്കനും ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ പൊതുവേ അൽഫാമിന് ആണ് മന്തിക്ക് കൂടുതലായിട്ട് കഴിക്കാറ്. പക്ഷേ ഇവിടുത്തെ മന്തിയിലെ ആ ഒരു ചിക്കനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. നമ്മൾ അത്യാവശ്യം മഴയൊക്കെ ഉള്ളൊരു ദിവസമാണ് വന്നത്. പുറത്ത് നല്ല മഴയും. പക്ഷേ ഇവിടെയാണെങ്കിൽ ഷോപ്പ് ഓപ്പണും ആയിട്ടില്ല. ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓപ്പൺ ആക്കി തരാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ പുറത്ത് നിന്ന് ബാക്കി വന്നിരുന്ന ആ ഒരു ഐസ് ക്യാൻഡി എല്ലാം കഴിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉള്ളിലേക്ക് കയറി. എന്നിട്ടും ഒരു 10-15 മിനിറ്റ് പിന്നെയും വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഫുഡ് എത്തിയത്. സംഭവം ഫുഡ് കഴിക്കാനുള്ള സമയമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ നേരത്തെ ആയതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് കഴിച്ചിട്ട് പോകാൻ വിചാരിച്ചു. ഈ ഒരു സമയം കൊണ്ട് അന്നു ഇവിടെ ഫുൾ അലമ്പാക്കിയിട്ടുണ്ട്. നമ്മളാണ് ഫസ്റ്റ് കസ്റ്റമറെങ്കിലും നമ്മൾ ലാസ്റ്റ് പോയതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഫുള്ള് എല്ലായിടത്തും റൈസെല്ലാം വാരി വിതറി അവർക്കൊന്നും കൂടി അടിച്ചു വരാനുള്ള ഒരു എല്ലാ ഗതിയും ആക്കി വെച്ചിട്ടുണ്ട്. അവളെ മുഖം കണ്ടാൽ അറിയില്ലല്ലോ ഇത്രയും വികൃതി ഉണ്ടെന്ന്. മന്തിയും അതുപോലെ തന്നെ നമ്മൾ വാങ്ങിയത് ഹണി അൽഫാമും കൂടിയാണ്. ഹണി അൽഫാം അത്ര ഫേവറേറ്റ് ഒന്നല്ല, എന്നാലും ഒന്ന് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. റാഫിക്ക് ഒട്ടും ഇഷ്ടമല്ല. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നപ്പോഴത്തേന് നമുക്ക് 2 കൊറിയറെല്ലാം വന്നിട്ടുണ്ടായിരുന്നു.
ഞാൻ മീഷോന്ന് അധികം ഡ്രസ്സുകളൊന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടൈം ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. 162 റുപ്പീസോ അങ്ങനെ എന്തോ വരുന്നുള്ളൂ ആലുവിന് വേണ്ടിയിട്ട്. ഈ ലെപ്പേർഡിൻ്റെ ഒക്കെ ഒരു ഇതുള്ള ഷെയ്ഡ് വരുന്നത്. ഈ ആനിമൽ പ്രിൻ്റ് എപ്പോഴും ട്രെൻഡിങ്ങിൽ വരുന്ന ഒരു സംഭവമാണ്. ഇതിൻ്റെ ഷൂ ആണെങ്കിലും ചെരുപ്പ് ആണെങ്കിലും ഡ്രസ്സാണെങ്കിലും അങ്ങനെയൊന്നും ഔട്ടാവാത്തൊരു ഫാഷനല്ലേ. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു ഫ്രോക്കാണ് വാങ്ങിയത്. അതുപോലെ തന്നെ ഈ ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ഒരു ബാഗും. അപ്പം നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.